കുറേ ആയിട്ടോ ഞങ്ങൾ ഊട്ടിയിൽ പോകണമെന്ന് അങ്ങനെ വിചാരിക്കുന്നു. ഒന്നും കൊണ്ട് സെറ്റ് ആവാത്തത് കാരണം ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. ഒരുപാട് പ്ലാൻ ഇട്ടാൽ എന്തായാലും നടക്കൂല. അങ്ങനെ ഉച്ചയായപ്പോൾ ഇക്ക പള്ളിയിൽ കയറി. നിലമ്പൂരൊക്കെ എത്തിയാലാണ് ഇക്ക പള്ളിയിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു ബസ് സ്റ്റോപ്പിലുള്ള ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആര് വരച്ചതാണെങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ നേരെ നാടുകാണി ചുരം വഴിയാണ് പോകുന്നത് കേട്ടോ. മസനഗുഡി വഴി പോകുകയാണെങ്കിൽ നമ്മൾ എത്താൻ കുറേ ലേറ്റ് ആവും. ഇപ്പം തന്നെ നമ്മൾ ഈ നാടുകാണി ചുരം കയറിയപ്പം തന്നെ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. പൈൻ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ. കുറച്ച് നേരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ. എന്നാൽ ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒട്ടും തന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടു നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. രാത്രിയാകുമ്പോഴത്തേനും ഊട്ടി എത്തണം എന്നുള്ള ഒരു പ്ലാനായിരുന്നു. അങ്ങനെ പാറപ്പുറത്ത് ഒരു ആടിനെ കണ്ടിട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ അങ്ങനെ നേരെ ഞങ്ങളുണ്ടല്ലോ ഒരു 6 മണിയാകുമ്പോഴത്തേനും ഊട്ടി വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 10 മണിക്കാണ് ഇറങ്ങിയത്. പിന്നെ ഓരോ സ്പേസിലും ഞങ്ങൾ നിർത്തി അങ്ങനെയാണ് വന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. സോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ റൂമൊക്കെ കിട്ടി. അവിടെ എത്താൻ നേരത്തെ തന്നെ എൻ്റെ പൊന്നെ എന്താ തണുപ്പ് എന്നറിയോ. അങ്ങനെ നേരെ പുറത്തിറങ്ങി നല്ലൊരു അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ടോ. ഓളെ നല്ല സ്വെറ്ററും എല്ലാം തന്നെ നല്ല കംഫർട്ടബിൾ ആക്കി ഓളെ സെറ്റാക്കിയതിന് ശേഷം കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുന്നത്. എല്ലാവരെയും കണ്ട ആൾക്കാരോടൊക്കെ ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഒരു മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.